2024-25 ഫിനാൻഷ്യൽ ഇയറിലെ ബഡ്ജറ്റ് കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുകയുണ്ടായല്ലോ. അതിൽ പല ഡിസ്കഷൻസ് നടന്നു. മെയിനായിട്ട് ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിലുള്ള ടാക്സ് റേറ്റിൽ വ്യത്യാസം വന്നതിനെ പറ്റി പല പ്രതിഷേധങ്ങളും പല ആൾക്കാരിൽ നിന്നുണ്ടായത് പ്രകാരം ഇതിൽ കുറെ ചേഞ്ചസ് വരുത്തി. അതിനെപ്പറ്റി മാത്രമാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ അതിനകം എന്താണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് അറിയേണ്ടതുണ്ട്. അത് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസോ അല്ലെങ്കിൽ ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിൽ 12 മാസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയും. അത് വിറ്റ് കിട്ടുമ്പോൾ ലഭിക്കുന്ന ലാഭത്തിനാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുക. ഇതിന്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് നേരത്തെ 10% ആയിരുന്നു. അത് 2024 ജൂലൈ 22 വരെ 10%ഉം ബജറ്റ് അവതരിപ്പിച്ച അന്ന്, അതായത് 2024 ജൂലൈ 23 ബജറ്റ് അവതരിപ്പിച്ചത്. അന്ന് മുതൽ അതിന്റെ റേറ്റ് 12.5% ആയി. അല്ലാത്ത അസറ്റുകളുണ്ടല്ലോ, അതായത് റിയൽ എസ്റ്റേറ്റ്, ലാൻഡ്, ബിൽഡിങ്, അല്ലെ അൺലിസ്റ്റഡ് ഷെയർസ്, ഇവ 24 മാസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവ ചെയ്യുമ്പോൾ അവരുടെ റേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 22 ജൂലൈ വരെ ആയിരുന്നെങ്കിൽ 20% ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. പക്ഷേ അതിന് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ലഭിക്കുമായിരുന്നു. പക്ഷേ ഈ 23 ജൂലൈക്ക് ശേഷം വിൽക്കുന്നെങ്കിൽ അതിന് 12.5%ഉം ഇൻഡെക്സേഷൻ ഇല്ലാതെ ലഭിക്കും. അങ്ങനെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അത് പുതിയൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. അതായത് ഈ ഇൻഡിവിജ്വൽസ്, ഇത് ആപ്ലിക്കബിൾ ഉള്ളത് റെസിഡന്റ് ഇൻഡിവിജ്വൽസിനുള്ള, ഇന്ത്യയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. അല്ലാതെ NRIകൾക്ക് ഇത് ലഭിക്കുകയില്ല ഈ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്. അതുപോലെ തന്നെ കമ്പനികൾക്ക് ലഭിക്കില്ല, പാർട്ണർഷിപ്പ് ഫേമുകൾക്ക്, ട്രസ്റ്റുകൾക്ക്, ആർക്കും ഈ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ലഭിക്കുകയില്ല. ആകെ ഇൻഡിവിജ്വൽസിന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യും. പക്ഷേ ഒരു കണ്ടീഷൻ എന്ന് പറയാം, 2024 ജൂലൈ 23 മുൻപ് വാങ്ങിച്ച പ്രോപ്പർട്ടികൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിനുശേഷമുള്ളതിന് ഇൻഡെക്സേഷൻ ലഭിക്കുകയില്ല. അങ്ങനെയാണ് ഇത് വരുന്നത്. ഒരു ഉദാഹരണം പറയാം. അതായത് 2005 20 ലക്ഷം രൂപയ്ക്ക് ഒരു ബിൽഡിംഗ് വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. അത് 2024 ജൂണിൽ 65 ലക്ഷത്തിന് സെയിൽ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഇൻഡെക്സേഷൻ എടുക്കാമല്ലോ. അതിലും ഈ പറയുന്ന ഡേറ്റുകൾക്ക് മുൻപാണല്ലോ. അപ്പം 65 ലക്ഷം സെയിൽ പ്രൈസ് കാണിച്ചിരിക്കുന്നു. അതിൽ നിന്ന് നമുക്ക് ഇൻഡെക്സ്ഡ് കോസ്റ്റ് കുറയ്ക്കാം. 2005-6 ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 117 ആയിരുന്നു. 2024-25 അത് 363 ആണ്. അപ്പോൾ നമ്മൾ 20 ലക്ഷം ഇൻറ്റു 363 ഡിവൈഡ് ബൈ 117, അതാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയാം. ഈ 20 ലക്ഷം രൂപ എന്നുള്ളത് 62,5128 രൂപയാവും. അപ്പോൾ 65 ലക്ഷത്തിൽ നിന്ന് ഈ 62 ലക്ഷം കുറച്ച് ബാക്കി വരുന്ന എമൗണ്ട് ആണ് നമ്മുടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുക. അത് 2,94,872. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. നമ്മൾ സെക്ഷൻ 54-54B ആ എക്സംഷൻ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. അങ്ങനെയുള്ള കേസുകളിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഈ പറയുന്ന 2,94,872 രൂപയ്ക്ക് 20% ആണ്. അതായത് നമ്മൾ ജൂലൈ 23 മുമ്പാണല്ലോ സെയിൽ നടന്നത്. അപ്പോൾ അന്നത്തെ ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ 20% ആണ്. അതുകൊണ്ട് ആ 20% നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കേസിൽ ഇൻഡെക്സ് വിത്തൗട്ട് ഇൻഡെക്സേഷൻ ആണ്. അതായത് 2024 ജൂലൈ 23 ശേഷമാണ് നമ്മൾ ഇത് വന്നിരിക്കുന്നതെങ്കിൽ ഇൻഡെക്സേഷൻ ഇല്ലല്ലോ. അവിടെ ഫുൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ 60 ലക്ഷം തന്നെയാണ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 20 ലക്ഷം. ഈ 60 20 ലക്ഷം കുറച്ച് കഴിയുമ്പോൾ ബാക്കി 45 ലക്ഷമാണ്. അതിന് ടാക്സ് എന്ന് പറഞ്ഞാൽ 12.5% ആണ്. അത് 23 ജൂലൈ 24 ശേഷമാണ് ഇത് വിറ്റത്. അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇൻഡിവിജ്വൽസിനൊരു ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇൻഡെക്സേഷൻ അവർക്ക് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ എടുക്കാതിരിക്കാം. അത് അവരുടെ ഓപ്ഷനാണ്. അപ്പോൾ അവർ ഓരോരുത്തർക്കും അത് നോക്കി വേണം ചെയ്യാവുന്നുള്ളൂ. പക്ഷേ 23 ജൂലൈ 2024 ശേഷമാണ് വാങ്ങുന്ന അസറ്റുകൾക്ക് ഈ ഇൻഡെക്സേഷൻ ലഭിക്കുകയില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. മുൻപുള്ള പ്രോപ്പർട്ടികൾ അത് വിൽക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. വിൽക്കുന്ന സമയത്ത് ഇതിന് ശേഷമാണല്ലോ വരുന്നത്. ആ സമയത്ത് നമ്മൾക്ക് ഈ ഇൻഡെക്സേഷൻ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാം. ടാക്സ് ചെയ്താൽ കൂടുതൽ ലാഭം എന്ന് നോക്കിയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇത് റെസിഡന്റ് ഇൻഡിവിജ്വൽസിന് മാത്രം ആപ്ലിക്കബിലിറ്റി ഉള്ളൂ, അല്ലാത്തവർക്കില്ല. പക്ഷെ നമുക്ക് എങ്ങനെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഒഴിവാക്കാമെന്ന് വെച്ചാൽ സെക്ഷൻ പറയുന്നുണ്ടല്ലോ 54-54B, അത് നമുക്ക് യൂസ് ചെയ്യാം. അത് വേറെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് വാങ്ങിച്ച് നമ്മൾ എക്സംഷൻ ലഭിക്കാം. അതിപ്പോഴും ചെയ്യാവുന്നതാണ്. ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഈ കഴിഞ്ഞ ഫിനാൻസ് ബില്ലിൽ കഴിഞ്ഞ ദിവസം പാസ്സാക്കി അതിനകത്ത് വരുത്തിയ ഭേദഗതിയാണ്. ആദ്യം ബഡ്ജറ്റിനേക്കാൾ അതിൽ നിന്ന് വ്യത്യാസം വരുത്തിയത് ഇതാണ്. നന്ദി.